രാഹുൽ, ജില്ലയിലെ സ്ഥിതി എന്താണ്? ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ എങ്ങനെ? മഴ എവിടെയൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ശക്തിപ്പെടുന്നുണ്ട്? മലയോര തീരദേശ മേഖലകളിലെ സ്ഥിതി എന്താണ്? പ്രതീക്ഷ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ മഴ കുറവാണ്. മഴക്കെടുതി കുറവാണ് എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ മുതൽ ഈ ഒരു നിമിഷം വരെ മഴ കാര്യമായി തന്നെ എവിടെയും മലയോരത്തായാലും തീരദേശ മേഖലയിലായാലും പെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി അതുപോലെ പുലർച്ചെയുമായി തുടർച്ചയായി പെയ്ത മഴയാണ് മലയോര മേഖലയിൽ കാര്യമായ ഭീതി ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് കുറ്റ്യാടി, കാവിലുംപാറ മേഖലകളിലാണ്. അവിടെ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പുലർച്ചെ ഉണ്ടായി. അതായത് തൊട്ടിൽപ്പാലം പുഴയിലാണ്. പക്ഷേ ജനജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളമെത്തുന്ന രീതിയിലൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. കുറ്റ്യാടി ചുരത്തിൽ രണ്ടിടത്തായി മണ്ണിടിച്ചിലുണ്ടായി. ഒന്ന് മൂന്നാം വളവിന് സമീപത്തായും രണ്ടാമത് 10-11 വളവുകൾക്ക് ഇടയിലുമായാണ്. അത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നില്ലെങ്കിൽ തന്നെയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കടുത്ത ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ, കുറ്റ്യാടിയുടെ തന്നെ ചില സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പിന്നീട് ഇങ്ങോട്ടേക്ക് മഴ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ശക്തി കുറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഏറ്റവും പുതിയതായി വന്ന മഴ മുന്നറിയിപ്പിൽ യെല്ലോയിൽ നിന്ന് ഓറഞ്ച് അലേർട്ടിലേക്കാണ് ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ മഴയുടെ ശക്തി വീണ്ടും കൂടും. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉണ്ടായതുപോലെ രാത്രിയിൽ വീണ്ടും ശക്തമായ മഴ പെയ്യുമെന്ന പ്രവചനം തന്നെയാണുള്ളത്. അതിന് അനുസൃതമായി ജാഗ്രത സ്വീകരിക്കണം ജനങ്ങൾ. എല്ലാ മേഖലയിലും, മലയോരത്താണെങ്കിലും തീരദേശ മേഖലയിലാണെങ്കിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. പ്രതീക്ഷ. ശരി, കോഴിക്കോട് പിന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് കെ വി രാഹുൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക്